25 വർഷം മുമ്പ് കട്ടപ്പനയിൽ സൈബർ ഗ്രാഫിക്സിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആൽബം ഡിസൈനിങ്ങോ ആൽബങ്ങളോ ഒന്നും ആയിരുന്നില്ല വെഡ്ഡിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഡിസൈനറെ വെച്ചിട്ട്, ഡിസൈനർ എന്ന് പറയുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള ഡിസൈനറല്ല, മറിച്ച് അദ്ദേഹം നമ്മൾ എടുത്തു കൊടുക്കുന്ന ഫോട്ടോയിൽ നിന്ന് പ്രത്യേകിച്ചുള്ള ഒരു നൈഫ് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ മുകളിൽ അതിനെ ഒട്ടിച്ച് ഒരു സ്പ്രേ ഗണ്ണ് വെച്ചിട്ട് അതിൽ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ 6x4 ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചും കൂടെ വയ്ക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ 2000 കട്ടപ്പനയിൽ വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് നമ്മൾ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് 1-2 വർഷം കൂടെ മാത്രമേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോലി ഈ രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. ആൽബം ഡിസൈനിങ്ങോ അല്ല ആൽബമോ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാവും, പക്ഷേ അത് ഡിസൈൻ ചെയ്യുന്ന രീതി ഡിജിറ്റലിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഫോട്ടോഷോപ്പ് പോലെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറും കൂടെ പഠിക്കുകയാണെങ്കിൽ ഇതേ ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ പുച്ഛത്തോടു കൂടി നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആർട്ടിസ്റ്റിന് പകരം വയ്ക്കാൻ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറിനെ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സോഫ്റ്റ്വെയർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ ഫീൽഡാക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ശരി, നിർഭാഗ്യവശാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഫീൽഡിൽ നിന്ന് ഔട്ടായി പോവുകയും ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് ഈ രംഗത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു കാലഘട്ടമാണ് ഇനി നമുക്ക് മുമ്പിലേക്ക് വരാനുള്ളത്. സിനിമ വലിയൊരു സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച സിനിമാ മേഖലയിലേക്കും കടന്നു ചെല്ലുകയാണ്. സിനിമയ്ക്ക് വേണ്ടി മാത്രമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അവയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ വിപ്ലവമായിരിക്കും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ സിനിമകൾ എന്ന സ്വപ്നത്തിലേക്ക് നമ്മുടെ സാധാരണക്കാർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയും. അപ്പം അത്തരം ടൂളുകളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക, അറിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സൈബർ ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 1 ഇയർ കോഴ്സുകൾക്കൊപ്പം ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിവുകൾ സൗജന്യമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഒരു ഡിജിറ്റൽ ക്രിയേറ്ററായി എങ്ങനെ ഇൻഡസ്ട്രിയിൽ കടന്നു കയറാം എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സൈബർ ഗ്രാഫിക്സുമായി നിങ്ങൾ ഇന്ന് തന്നെ ബന്ധപ്പെടുക.